നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മതപരമായി ചേരുതിരിവുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ആ ശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമാണ് എന്നുള്ളതാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിലാവുന്നത്. ഈ മണ്ഡലത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നുമല്ല ഇവരാരും അവതരിപ്പിക്കുന്നത്. കേവലം മതപരമായിട്ടുള്ള കാര്യമാണ്. മതരാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ട് നിലമ്പൂരിൽ ജയിക്കാൻ സാധിക്കുമോ എന്ന് പരീക്ഷിക്കുകയാണ്. ഞങ്ങൾ വികസനത്തിൻ്റെ രാഷ്ട്രീയം ജനങ്ങളോട് പറയുമ്പോൾ മതത്തിൻ്റെ രാഷ്ട്രീയമാണ് UDFും LDFും സംസാരിക്കുന്നത്. അതിന് ഏറ്റവും പ്രകടമായ തെളിവാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മണ്ഡലത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ പത്രക്കാരോട് സംസാരിച്ചപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ചാണ് പരാമർശിച്ചത്. നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം അതല്ലല്ലോ. മാത്രമല്ല അതിൽ മുഖ്യമന്ത്രി ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കണ്ടു. എന്തേ ഈ പദപ്രയോഗം പാകിസ്ഥാനെതിരായിട്ട് നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത്? ഇസ്രായേലും ഇറാനും തമ്മിലാണ് തർക്കം. അതിൽ നമ്മളൊരു മൂന്നാം കക്ഷി മാത്രമാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഭീകരവാദികൾ ഈ രാജ്യത്തിലെ നിരപരാധികളെ കൊന്നൊടുക്കിയപ്പോൾ 26 നിരപരാധികൾ പഹൽഗാമിൽ കൊല്ലപ്പെട്ടപ്പോൾ ആ സമയത്ത് ലോകം മുഴുവനും പാകിസ്ഥാനെ അപലപിച്ചു. എന്തേ അന്ന് പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകാഞ്ഞത്? പാകിസ്ഥാൻ ഭീകരവാദികളെ കയറ്റിവിടുന്ന രാജ്യമാണ് എന്ന് പറയാൻ എന്തേ മുഖ്യമന്ത്രി തയ്യാറാകാത്തത്? അപ്പോൾ ഇസ്രായേലിനോടുള്ള പദപ്രയോഗം പാകിസ്ഥാനോട് നടത്താത്തത് എന്തടിസ്ഥാനത്തിലാണ്, എന്തിൻ്റെ പേരിലാണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ്. ഒരു ഭാഗത്ത് പാകിസ്ഥാനെ തലോടുകയും ഇസ്രായേലിനെതിരായിട്ട് ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തത് ഈ മണ്ഡലത്തിൽ മതപരമായിട്ടുള്ള ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതുതന്നെയാണ് UDFും ചെയ്യുന്നത്. ജമായത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തെ യാതൊരു ഉളുപ്പും കൂടാതെ ന്യായീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ളത് വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് കേസൊന്നുമില്ല എന്നാണ്. വെൽഫെയർ പാർട്ടി എന്നുള്ളത് ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണെന്ന് VD സതീശൻ അറിയില്ലേ? ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു പാർട്ടി സംഘടനയാണ് എന്ന് VD സതീശൻ അറിയില്ലേ? ദീനിൻ്റെ ഭരണം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഞങ്ങളെന്ന് പരസ്യമായിട്ട് പറയുന്നവരല്ലേ ജമായത്തെ ഇസ്ലാമി? ആ ജമായത്തെ ഇസ്ലാമിയുമായിട്ട് എങ്ങനെയാണ് VD സതീശനും മുന്നണിയും ധാരണയുണ്ടാക്കുന്നത്? അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമാണ്. ചെറിയ വോട്ടുകൾക്ക് വേണ്ടി ഇത്തരം ഭീകരവാദികളെയും തീവ്രവാദ ശക്തികളെയും മതമൗലികവാദികളെയും മതരാഷ്ട്രവാദികളെയും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് മതപരമായൊരു തിരഞ്ഞെടുപ്പാക്കി മാറ്റാനും വേണ്ടിയുള്ള ശ്രമമാണ് UDFിൻ്റെ ഭാഗത്തും LDFിൻ്റെ ഭാഗത്തുമുള്ളത്. ഇത് ഈ മണ്ഡലത്തിലെ ജനം തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്.